ഇത് കാണാതെ കൊണ്ട് വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് പോകുന്നത്. കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പോലീസുകാരില്ലേ, ചിലപ്പോഴും ഞാനും ചില കുട്ടികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇത് ആരോട് പറയണമെന്നോ പഞ്ചായത്തുകാരൊന്നും ഇത് കണ്ടാലൊന്നും ശ്രദ്ധിക്കുന്നില്ല ആരും. ഇതിനെ ശ്രദ്ധിക്കേണ്ടവര് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാനിതിലേക്ക് പങ്കെടുക്കാറുണ്ട്. കാരണം ചിലപ്പോൾ സാറുടെ ഡ്യൂട്ടിയിൽ എത്തിയിൽ നേരത്തെ വരുന്ന കുട്ടികളുണ്ട്. അവരെ ബസ്സിന്റെ സൗകര്യം അനുസരിച്ചാണ് വരുന്നത്. പക്ഷെ ഇതിലൂടെ കടത്താൻ വേണ്ടി വാഹനങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, ഒരിക്കലും പോലും സ്ലോ ചെയ്യുന്നില്ല. അവര് വളരെ സ്പീഡിൽ ഇങ്ങനെ ഒരു സീബ്ര ലൈൻ കാണാതുകൊണ്ട് വന്ന് ഇവിടെ കാണാനില്ലല്ലോ. ഇപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണത്. ഇപ്പോൾ സ്കൂള് പ്രവർത്തനം തുടങ്ങിയപ്പോൾ വളരെ അത്യാവശ്യമാണ് ഇത്. കാരണം കുട്ടികൾ കുടയെടുക്കാതെ വരുമ്പം കുറച്ച് സ്പീഡിലൊക്കെ പോകും, മഴ പെയ്യുമ്പോൾ ഇതൊക്കെ പോകും. അതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂൾ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെ എവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സ്കൂളിന്റെ ബോർഡൊന്നും ഇല്ല ഇവിടെ നോ പാർക്കിംഗ് ബോർഡെല്ലാം ഇപ്പം വെച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂളിന്റെ ആ പണ്ടൊക്കെ കാണുന്ന ആ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡുകളൊന്നും ഇവിടെ റോഡ് സൈഡിൽ കാണുന്നില്ല. പിന്നെ ഒന്നാമത് ഈ സീബ്ര വളരെ ഇതാണ്. അപ്പുറത്തെ ഒരു ഇത് ബമ്പ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ ബമ്പ് കാണില്ല. അതുകൊണ്ടും കൂടി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പട്ടികൾ തമ്മിൽ കുത്തിരിക്കുന്നു. കാരണം അതിന് ഒരു വൈറ്റ് ലൈൻ വരച്ചിട്ടോ എന്തെങ്കിലും ഒരു മാർക്കിംഗ് വേണ്ടതാ, അതും 3 ബമ്പാ. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഇത് ഉടനെ തന്നെ ഇതിന്റെ PWD ആരുടെ നേതൃത്വത്തിലാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പഞ്ചായത്തുകാരുടെ ഇത് ഉടനെ ഒരു മാറ്റം വരുത്തേണ്ടതാണ്. ഇപ്പൊ ഈ എയർപോർട്ട് വന്നതിന് ശേഷം പുറമേ നിന്നുള്ള വാഹനങ്ങൾ ഒട്ടേറെ വരുന്നുണ്ട് ഇതുവഴി അല്ലേ? എയർപോർട്ട് റോഡായി പ്രഖ്യാപിച്ചതിന് ശേഷവും വളരെ കൂടുതലാണ് വാഹനങ്ങൾ. കൂടാതെ ഇപ്പൊ നേരത്തെ ഒക്കെ സ്കൂൾ അവധിയായത് ബാക്കിയാണ്. കൊച്ചിയുടെ ഉത്സവം തുടങ്ങിയതിന് ശേഷം, പിന്നെ മൃദംഗ ശൈലേശ്വരി അമ്പലം തുടങ്ങിയതിന് ശേഷം ഇതൊരു തീർത്ഥാടന റൂട്ടായി മാറിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ്, തൃച്ചംബരം, പിന്നെ ഇങ്ങനെ മട്ടന്നൂര്, ഈ എല്ലാ ആഴ്ചയും ഒരു കണക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊന്നും കുട്ടികൾക്ക് നല്ല വെല്ലുവിളിക്ക് ഒരു ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണ്. ഇത് രാവിലെ തന്നെ ഇപ്പം 9 മണി വരെ ഭയങ്കര, 10 മണിയാകുമ്പോഴവരെ ഭയങ്കര തിരക്കാണ്. പിന്നെ അത് കുറച്ച് എല്ലാവരും ജോലിക്ക് പോകണം, എല്ലാവരും വാഹനം എടുത്തിട്ട് പോകുന്നത്. മഴക്കാലമാണ്, എല്ലാവരും കാറ എടുക്കുക. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്.